പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നൊക്കെ പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് തിങ്കളാഴ്ച, ആഴ്ചയുടെ 2ാമത്തെ ദിവസമാണ്. ആൾക്കാർ ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട്, അഡ്മിഷന് പോകുന്നവരുണ്ട്, ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നവരുണ്ട്, ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട്, ഒത്തിരി പേര് വിസ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട്, വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട്, രജിസ്ട്രേഷന് പോകുന്നവരുണ്ട്, വെയിൽ കെട്ടാൻ മതിൽ കെട്ടാൻ പോകുന്നവരുണ്ട്, വീട് വെക്കാൻ പോകുന്നവരുണ്ട്, എഞ്ചിനീയറെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട്, നമ്പറിടാത്ത ഭവനത്തിൽ നമ്പർ ഇടിക്കാൻ പോകുന്നവരുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം പോകുന്നുവോ ഇന്ന് അവിടെയെല്ലാം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്ന് പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഉറപ്പ്.
നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവ്. ഞങ്ങളതിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നിൻ്റെ കൂടെ വരാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ യാത്ര ആസ്വദിക്കട്ടെ. നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഹയർ ചെയ്ത വാഹനങ്ങളുണ്ടാകാം, വാടകയ്ക്കെടുത്ത വാഹനങ്ങളുണ്ടാകാം, ചിലപ്പോൾ സർക്കാർ വാഹനങ്ങളുണ്ടാകാം, ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം. എന്തായാലും നീ യാത്ര തുടങ്ങി അവസാനം വരെ കർത്താവ് നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തിൽ സംരക്ഷിക്കട്ടെ. നിൻ്റെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാകാം, പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാകാം, നിന്നെ സന്ധിക്കാനോ നിനക്ക് വേണ്ടി വാദിക്കാനോ നിന്നെ ശുപാർശ ചെയ്യാനോ ആരുമില്ലാത്തതാണ്. ആരുമില്ലാത്തവർക്ക് ദൈവമാണ് കൂടെ നിൽക്കുന്നത്. അത് നമ്മുടെ ഓഫർ നമുക്ക് തന്നിരിക്കുന്നതാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും. നീ വേദനപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ. നീ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ. നിന്നെ ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ മേൽഗതിക്കുള്ള എല്ലാ തീരുമാനങ്ങളിലും നിൻ്റെ കഴിവിനേക്കാളും ദൈവത്തിൻ്റെ കൃപ ഇന്ന് നിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരം നയിക്കുവാമേ. കഴിഞ്ഞ ദിവസങ്ങളിലേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞതാണ്. അപ്പോൾ അവരോട് പറയാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത്. എന്താണെന്നറിയാമോ? അവരോട് പറഞ്ഞതെന്നറിയാമോ? അവർ ഭയങ്കര ഹാപ്പി അത് കേട്ടപ്പോൾ. ഇത് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാനുള്ള വേദനകളാണ്. നമ്മുടെ എല്ലാ വേദനകളും അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപിക്കുമ്പോഴാണ്, അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ കർത്താവിൽ ഉയർപ്പിൽ വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ മരണം പ്രഖ്യാപിച്ച് ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിന് വരവിനെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാ വേദനകളും കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ ഷീ വാസ് സോ ഹാപ്പി ദെൻ. 2 Corinthians 4:10 യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. അതാ അവിടെ ശരീരത്തിൽ സംവഹിക്കുന്നു. അപ്പം മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം കേവലമായ ഉയർപ്പില്ലല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തേക്കുന്നത്. ഇപ്പം കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇനി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വരവ് കാത്തിരിക്കാനും പറ്റത്തുള്ളൂ. അതല്ലേ പൗലോസ് പറയണത്. അപ്പോൾ ഇതിൻ്റെ മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് +2 പ്രവേശിക്കണം. എന്ത് ചെയ്യണം? 10ാം ക്ലാസ് പാസ്സാകണം അല്ലേ? നമുക്ക് ഗ്രാജുവേഷൻ വേണം. ഗ്രാജുവേഷൻ മുമ്പ് നമ്മൾ +2 പാസ്സാകേണ്ടി വരും. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഡിഗ്രീസ് പ്രൊഫഷൻ കൂടുമ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്ത് പോകണം. 10ാം ക്ലാസ് മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഉയർപ്പ് വിശ്വസിക്കാൻ പറ്റണത്. ഉയർപ്പ് വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ +2 പോലെയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ 2nd ഗ്രേഡാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താ? വരവ് കാത്തിരുന്നുകൊണ്ട് ജീവിക്കണമാണ്. നമ്മുടെ ഓരോ ജീവിതത്തിലും യജമാനം വരുമെന്നുള്ള ഈ വരവിൻ്റെ കാത്തിരിപ്പാണ് വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ നീതിയോടെ പെരുമാറണത്, സ്നേഹത്തോടെ പെരുമാറണത്, സഹനത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകണത്. ഇതെല്ലാം വരവിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളത് കുർബാന ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടി ആചരിക്കുന്നതാണ് കുർബാന. അതുകൊണ്ടാണ് കുർബാനയെ പോലെ ദൈവത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞത്. അത്രയ്ക്ക് ടോപ്പാണ് പരിശുദ്ധ കുർബാന.
1 Corinthians 11:26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവം. ഇപ്പം പ്രഖ്യാപനമാണ് എൻ്റെ ഇത് വരുന്നത്. ഓരോ സഹന സാഹചര്യങ്ങളിലും വരുന്നത് കർത്താവിൻ്റെ മരണത്തിന് പ്രഖ്യാപനമാണ്. അതെന്താണ്? അവൻ്റെ പ്രത്യാഗമനം വരെയാണ് അത് നമ്മൾ ചെയ്യേണ്ടി വരണത്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു സെക്ഷൻസ് ബൈ സെക്ഷൻസ് ആഴമായിരുന്ന, ഇപ്പം എന്തെങ്കിലും ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു, ഒരാൾ നിന്നെ ഇടിച്ചു താത്തി, ഒരാൾ നിന്നെ അപമാനിച്ചു, അപ്പോൾ അതെല്ലാം ഈ മരണത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പ് വിശ്വസിച്ച് വരവ് കാത്തിരുന്നു കൊണ്ട് അതിജീവിച്ച് മുന്നേറണം. ഈ ക്രിസ്ത്യ ജീവിതം ഭയങ്കര രസമാണ്. പക്ഷേ ഒരു നോൺസെൻസ് പാർട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും അപ്ഡേറ്റായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സുവിശേഷം, ഇപ്പോൾ എല്ലാവരും ഇപ്പം അച്ഛൻ സംസാരിക്കണില്ലേ, എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഡെയിലി ബ്രെഡ് എന്നാണ് പറയണത്. അത് ആ ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരും തേടുന്നവരും വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിച്ച് നല്ല ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളായി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേൾക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെ വിളിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ള തിരുമനസ് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചടങ്ങായിട്ട് ഇങ്ങനെ കൃപാസനത്തേക്ക് വന്ന് കുറച്ച് നേർച്ച വസ്തു വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നില്ലാതെ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഞാൻ ദൈവ സാന്നിധ്യത്തിൽ പോകുമ്പോൾ, മാതാവിൻ്റെ മുമ്പിൽ പോകുമ്പോൾ, കൃപാസനത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്രശ്നം അമ്മ മാതാവ് ഫയലാക്കി ഏറ്റെടുക്കുക. അമ്മ പിന്നെ അത് നോക്കിക്കോളും. ആ ഒരു അവബോധം എപ്പോഴും ഉണ്ടാകണം. പിന്നെ അതുപോലെ നമുക്ക് കൃപയും ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ ലോകത്തിൽ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് നമ്മൾ എടുക്കാതിരിക്കാനും ദൈവാനുഭവം നമുക്ക് ലഭിക്കാതിരിക്കാനും ചെയ്യുന്ന പരിപാടി നമ്മളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. പ്രാർത്ഥനയിൽ തടസ്സപ്പെടുത്തും. രണ്ടാമത് നമ്മളെ വിശ്വാസം നമ്മളിൽ ഇരുന്ന് എടുത്ത് കളയും. നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിനക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും ഇല്ലെങ്കിലും, വിശ്വാസം നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ജീവിതത്തിൽ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിൽ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നോട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ദൈവം പ്രവർത്തിക്കും, പക്ഷേ നമുക്ക് അനുഭവമായിട്ടത് മാറില്ല. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും, ഉടമ്പടി എടുത്തവരാണെങ്കിലും പുതുക്കാൻ വന്നവരാണെങ്കിലും അവരിത് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഭവം നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം എന്നിൽ വേണ്ടത്ര അത്ര വിശ്വാസം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ഇതിങ്ങ് ശ്രദ്ധാപൂർവം കേട്ട് അത് പാലിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് താമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഭവം ലഭിക്കും. അതിലൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്ക് 11-ാം അധ്യായം 24 ഈശോ പറയുക, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് മാത്രം നിർത്തിയില്ല, നീ വിശ്വസിക്കുക. അപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ വിശ്വാസം വേണം. എന്തെന്നാ വിശ്വസിക്കേണ്ടത്? സാധാരണ വിശ്വാസം അതിനില്ല. നിനക്ക് ലഭിച്ചു, നീ എന്താ പ്രാർത്ഥിക്കുന്നത് അത് നിനക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് ലഭിച്ചു കഴിഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് കിട്ടി, ലഭിച്ചു എന്ന് നീ വിശ്വസിക്കുക. അതാരാ പറഞ്ഞ? വേറെ ആരുമില്ല, ഇത് ദൈവം തന്നെയാണ്, ഈശോ തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം, പ്രാർത്ഥനയുടെ മുമ്പ് തന്നെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക നീ ചോദിക്കുന്നതെല്ലാം, നിനക്ക് ആവശ്യമുള്ളതെല്ലാം. പക്ഷെ അത് വഴി തടസ്സപ്പെട്ട് നിൽക്കുക. അതിൻ്റെ കാരണം എന്താ? നമ്മളെ വിശ്വാസം കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന കാര്യം, ആ വിശ്വാസം എങ്ങനെയാണ് അധികപ്പെടുത്തിയെടുക്കാം. നമുക്ക് തോന്നുന്നു വിശ്വസിക്കുക, എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനില്ല, ഇതിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വേണം വിശ്വാസം എന്താണെന്ന്. അതുമാത്രമല്ല, അതിൻ്റെ അടുത്ത വചനം മാർക്ക് 11:25 പറയുന്നത്, നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവരെ ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് രണ്ട് കാര്യവും ഇൻ്റർ കണക്റ്റഡാണ്. പ്രാർത്ഥനയിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്ന പല കാര്യങ്ങൾ നിയോഗമൊക്കെ ഉണ്ട്. നമ്മൾ നിയോഗമൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ദൈവത്തോട്, ദൈവത്തിനറിയാം. മത്തായി 6:8 നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിൻ്റെ പിതാവിനെ അറിയാം നിനക്ക് എന്താ ആവശ്യമെന്ന്. പലവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് നിയോഗം ചോദിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന്. അതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക, വിശ്വാസത്തോടെ ഇരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനെ ആരാധിക്കാനായിരിക്കുന്ന പ്രാർത്ഥന, നന്ദി പറയുന്ന പ്രാർത്ഥന, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ അത് വിശ്വാസം വേണം. വിശ്വാസം എന്താണ്? നിനക്ക് എന്താണ് ആവശ്യമോ, നിയോഗത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് അവിടെ പരാതിയില്ല, പിന്നെ അവിടെ വിഷമവുമില്ല. നീ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് ലഭിച്ചെന്ന് നീ വിശ്വസിക്കുക, ലഭിച്ചെന്ന് വിശ്വസിക്കുക. പിന്നെ രണ്ടാമത് മൂന്നാമതൊന്നും അത് ചോദിക്കേണ്ട കാര്യമില്ല. ലഭിച്ചു കഴിഞ്ഞ കാര്യം പിന്നെന്തിനാണ് ചോദിക്കുന്നത്? നമ്മളൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് എഴുതി വെച്ച് അങ്ങോട്ട് നമ്മൾ പോലും അറിയില്ല നമ്മൾ എന്താ പറയണമെന്ന്, എന്താ ചോദിച്ചതെന്ന് പോലും അറിയില്ല. ഇങ്ങനെ ലിസ്റ്റ് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മുട്ടിപ്പേ നിന്ന് കഴിഞ്ഞാൽ ആ നിയോഗങ്ങൾ അങ്ങോട്ട് ലിസ്റ്റായിട്ട് വരും. ജപമാല ചൊല്ലുമ്പോഴും അങ്ങനെ വരും. അങ്ങനെയില്ല. നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിലേക്ക് പോകാം. ഇപ്പോൾ ദൈവാനുഭവം നമുക്ക് കിട്ടും. ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന് വിശ്വാസം, ഒന്നാമത്, രണ്ടാമത്തത് ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെ പല കാര്യങ്ങളും, ചിലതൊക്കെ ചെറുതൊക്കെ നടന്നു കിട്ടും, പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് ലഭിക്കാതിരിക്കുന്നത്, പ്രാർത്ഥന അനുഭവം നമുക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾ കാര്യമായിട്ട് ക്ഷമിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ അറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. വാക്കുകൊണ്ട് പറയും ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്, ദൈവമേ ഞാൻ ക്ഷമിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടില്ല. ക്ഷമിക്കാൻ സാധിക്കില്ല. കുറച്ച് നേരത്തേക്ക് ക്ഷമിക്കും, ചിലപ്പോൾ ഒരു 6 മണിക്കൂർ ക്ഷമിക്കുമായിരിക്കും. അവരെ മുഖം കാണുമ്പോഴത്തേക്കും ഇതൊക്കെ മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അവരെ ക്ഷമിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പോവും. ഒരാളോട് ക്ഷമ ചോദിക്കാം, ഭർത്താവിനോട് ഇന്ന് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവും. ഇന്ന് ഭർത്താവ് പുറത്തിരുന്ന് വരട്ടെ, ജോലി ഇരുന്ന് വീട്ടിൽ വരട്ടെ,
നമുക്കിന്ന് എല്ലാം രമ്യപ്പെട്ട് ഇന്ന് പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആ തീരുമാനം എടുത്തിരിക്കുന്ന ദിവസമായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുക. തലേദിവസത്തെക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരാളോട് ക്ഷമ പറയാമെന്ന് പറഞ്ഞ് തീരുമാനം എടുത്തിരിക്കുന്നു, ഫോൺ വിളിക്കാമെന്ന് പറയും, അത് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഉണ്ടാകട്ടെ, അവരാദ്യം വിളിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പറഞ്ഞു വിടാം. യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? എന്തുകൊണ്ടാണ്? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ്? അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശ്വാസത്തിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ക്ഷമിച്ചില്ലെങ്കിൽ വിശ്വാസം പരിപൂർണതയിലേക്ക് വരില്ല. നമുക്കിങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. എനിക്ക് ലഭിച്ചു കഴിഞ്ഞെന്ന് നമുക്ക് വിശ്വസിക്കാൻ ആ ഒരു കൃപ നമുക്ക് കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ക്ഷമിക്കാൻ ഈശോ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവർ, ആദ്യം ഈശോ പറഞ്ഞ പോലെ തന്നെ ഈശോനെ ശിക്ഷിച്ചവരോട് ഈശോ പറഞ്ഞത്, പിതാവിനോട് പ്രാർത്ഥിച്ചത്, പിതാവേ അവരെന്താ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ അറിഞ്ഞാൽ അത് തെറ്റാണ്, നിങ്ങൾക്കത് വിഷമമുണ്ടാകും. ഇല്ല, അത് ഏറ്റവും വലിയ തെറ്റാണ്, പാവമാണെന്ന് അവരറിഞ്ഞാൽ ഒരു കാലത്തും അത് ചെയ്യില്ല. അതുകൊണ്ട് അവർക്ക് പ്രശ്നമാണ്. അവർ പാവം ചെയ്യുകയാണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. ആ ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കാം, ഇതൊക്കെ മറന്നുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു അവബോധം ഉണ്ടാകണം. രണ്ടാമത്, ഇതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ് ദൈവം അനുവദിച്ചു തരുന്നത്. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ദൈവം അത് അനുവദിച്ചു കൊടുക്കുകയാണ്. പിശാചാണ് പ്രലോഭനം കൊടുക്കണമെങ്കിലും ദൈവം അത് അനുവദിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് എഫേസ്യർ 6:12 പറയുന്നത്, നിൻ്റെ യുദ്ധം മാംസത്തിനും രക്തത്തോടും ആയിരിക്കരുത്, എന്ന് വെച്ചാൽ മനുഷ്യരോടായിരിക്കരുത്. നിൻ്റെ യുദ്ധം അന്ധകാരത്തോടായിരിക്കണം, പിശാചിനോടായിരിക്കണമെന്ന്. പിശാചാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. നിൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ അയൽക്കാരോ നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോ അവരില്ല ചെയ്യുന്നത്. അത് പിശാചിൻ്റെ പ്രലോഭനം കൊണ്ടാണ്, അവരുടെ ബലഹീനത കൊണ്ടാണ്. അപ്പോൾ അത് ദൈവം അനുവദിച്ചു കൊടുത്തത് നിനക്ക് കൃപ നൽകാനാണ്. നീ ചോദിക്കുന്നത് നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നീ ക്ഷമിക്കണം. ക്ഷമിക്കാൻ ഒരു അവസരം ദൈവം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അവബോധം നമുക്കെപ്പോഴും വേണം. ഈ രണ്ട് കാര്യം നോട്ട് ചെയ്യുക, കൂടുതൽ പറഞ്ഞ് കൺഫ്യൂസ് ആകണ്ട. ക്ഷമിക്കുമ്പോൾ ഇത്, എന്നിട്ട് മൂന്നാമത്തത് ക്ഷമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. 3 പോയിൻ്റാണ്. നിങ്ങൾ ആരോടാണ് ക്ഷമിക്കുന്നതോ അവർക്ക് മനസ്സിലാകണം നിങ്ങൾ അവരെ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ക്ഷമിക്കുന്നത് ആരോടാണ് ക്ഷമിക്കുന്നതോ അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറയൂ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ക്ഷമയുടെ മെസ്സേജ് കേൾക്കുമ്പോൾ ഉറക്കം വരും, ശ്രദ്ധ മാറും. പിശാചിന് അത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്ക് ക്ലിക്കായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് അനുഭവം, കുറച്ച് കഴിയുമ്പോൾ തന്നെ അനുഭവം കിട്ടും, ദൈവാനുഭവം നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ വെറുതെ ഇല്ല പറയണം, ഇത് ഉറപ്പിച്ച് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കാം, പക്ഷേ ആരോടാ ക്ഷമിക്കുന്നതോ അവർ നിങ്ങൾ ക്ഷമിച്ചെന്നുള്ളത് അവരറിയണം. അത് ഒരു പ്രാവശ്യം പോയി ക്ഷമ പറഞ്ഞ് അവരറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് തോന്നണം കുറേ കഴിഞ്ഞാൽ
യഥാർത്ഥത്തിൽ ഇങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണം, ഒരാൾ നിങ്ങളെ ഒരടി വഴി അങ്ങോട്ട് എടുത്ത് കുറച്ച് സ്ഥലം എടുത്ത് തന്നു വെച്ചു. അത് വലിയ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. കുറച്ച് വഴിയല്ലേ ഉള്ളൂ. നമുക്ക് പുറമ്പോക്ക് കുറേ ഉണ്ടാവും. നമുക്കില്ലാത്ത സ്ഥലം കൂടുതൽ കിടക്കും. അതിലാണ് പ്രശ്നമെന്ന് വെച്ചാൽ, അവരോട് പറയണം, നീ മതിൽ കെട്ടിക്കുമെന്ന് പറയാൻ പറ്റണം. ദൈവം അതിനേക്കാളും കൂടുതൽ നിനക്ക് തരും. അത് ഞാൻ വെറുതെ ഇല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക. നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് അതുകൊണ്ട് ചിലപ്പോൾ പോകുന്നത് ഒരു 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ദൈവം അത് 10 സെൻറ്റായിട്ട് നിനക്ക് വേറെ തരും. അങ്ങനെ അനുഗ്രഹം തന്നിരിക്കുക ദൈവം. അതിനുവേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നെയാ. ഒരാൾ നിന്നോട് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ദൈവം അനുവദിച്ച് തരുന്നത് നിനക്ക് അതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ തരാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് തരുന്നത്. പക്ഷെ അവിടെ അത് പിശാച് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, നിന്നോട് നിനക്ക് ക്ഷമിക്കാനുള്ള കൃപ തരാതെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവാനുഗ്രഹം നിനക്ക് ലഭിക്കാതെ ഇരിക്കാൻ തടസ്സപ്പെടുത്തി വയ്ക്കുമോ അത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നിന്നെ ആരെങ്കിലും ഒരു 500 രൂപ പറ്റിച്ച് അവരോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ, അവരോട് ക്ഷമ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അത് മറക്കണം. മറന്നിട്ട് പ്രൈസ് ദി ലോർഡ്, ഇടയ്ക്ക് അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, മടിക്കരുത്. അപ്പോൾ അവർക്ക് തന്നെ തോന്നണം, ഇതെന്താ ഞാൻ നേരത്തെ അവർക്ക് ഒരു 500 രൂപ കൊടുക്കാനുണ്ട്, ഒരു 5000 രൂപ കൊടുക്കാനുണ്ടല്ലോ, ഇവരെന്താ മറന്നതാണ്, ഇവർക്ക് എന്താ സംഭവിച്ചത്? രണ്ടാമതും ഒന്ന് ചോദിക്കുന്നത് ഈ കാര്യമേ മറന്നിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു ബോധ്യം മറ്റുള്ളവർക്ക് പോലും തോന്നണം. നിങ്ങൾ ആരോടാ ക്ഷമിക്കുന്നതെന്ന് വെച്ചാൽ അത് മറന്നു കളയണം, പിന്നെ എടുത്ത് പറയരുത്. നമ്മൾ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കും. പക്ഷേ രണ്ടാമത് ഒരു മാസം കഴിഞ്ഞ് വഴക്ക് വരുമ്പോൾ പഴയ കാര്യം എടുത്ത് അങ്ങോട്ട് പറയും. അപ്പോൾ മറന്നിട്ടില്ല. അപ്പം നിൻ്റെ വിശ്വാസം കുറയും. നിനക്കങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഈശോ അതാ പറഞ്ഞത്. ഹല്ലേലൂയ. നീ ചോദിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുക അത് ലഭിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇങ്ങനെയാണ് 3 പോയിൻ്റാണ് അമ്മ പറഞ്ഞത് ക്ഷമിക്കേണ്ടത്. ഒന്ന്, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. പിന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്. അത് ദൈവം അനുവദിച്ച് തരുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്, നീ ക്ഷമിക്കുമ്പോൾ മറ്റുള്ളവർ ആരെയാ ക്ഷമിക്കുന്നതോ അവർക്കത് ബോധ്യം ഉണ്ടാകണം, നീ യഥാർത്ഥത്തിൽ അവരെ ക്ഷമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ തീരുമാനം ഇന്ന് എടുക്കുക. തീരുമാനം എടുക്കുമ്പോൾ തന്നെ നമുക്ക് അനുഗ്രഹം കടന്നു വരും. ഈ രീതിയിലാണ്. പിന്നെ അത് ഓർമ്മ വരരുത്, പിന്നെ ഓർക്കരുത്. പോയതൊക്കെ പോയി. എന്നെ അപമാനിച്ചതായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നീ ആയിട്ടുണ്ടാകാം. പക്ഷേ ക്ഷമിക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ മുമ്പിൽ വലുതാകും. അതുമാത്രമല്ല, നിന്നിൽ വിശ്വാസം, യഥാർത്ഥ വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസം വെച്ചിട്ടാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ മത്തായി 9:29, 9-ാം അധ്യായം 29 ഈശോ പറയുകയാണ്, ഒരു കണ്ണ് കാണാത്തവരെ കണ്ട് പറയുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനോട് ഈശോ ചോദിക്കും, ഞാൻ നിനക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്ന് നീ വിശ്വസിക്കേണ്ട. അതേ കർത്താവ് എന്ന് പറയും, നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ രീതി ഇങ്ങനെയായിരിക്കണം. നമ്മൾ വിശ്വസിക്കണ പോലെ അതുപോലെ തന്നെ സംഭവിക്കും. നിൻ്റെ വിശ്വാസം വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കും.
ഞാൻ വിശ്വസിക്കും. അതെങ്ങനെയാ വിശ്വസിക്കുന്ന പോലെ തന്നെ സംഭവിക്കട്ടെ. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിൽ സംശയം പാടില്ല. ആരെയും അമ്മ വിശ്വസിക്കണ? നിനക്കുള്ള നിയോഗത്തിനാണോ നീ വിശ്വസിക്കുന്ന ആ കാര്യം സംഭവിക്കുക? എനിക്കൊരു വീട് വയ്ക്കാൻ സാധിക്കുമെന്നാണോ നീ വിശ്വസിക്കുന്നത്? ഇല്ല. നീ വിശ്വസിക്കുന്നത് നിൻ്റെ ദൈവത്തിനോട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം നോക്കിക്കോളും. നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ പ്രയർ റിക്വസ്റ്റിനോടില്ല, നിയോഗത്തിനോടില്ല. നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ ദൈവത്തിനോട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ശീലിക്കണം, വിശ്വസിച്ച് ശീലിക്കണം. നീ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ച, ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം നിർത്തി തന്നെ. ഇന്ന് പ്രാർത്ഥിച്ച് ഒരു കൊന്തയും ചൊല്ലി ഉടമ്പടിയെടുത്ത് മദ്യപാനത്തിൻ്റെ അടിമത്വത്തിലിരുന്ന് വിടിയിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ വീട്ടിൽ പോകുമ്പോൾ ഭർത്താവ് കുപ്പി വാങ്ങിച്ച് കൂട്ടുകാരെയും വിളിച്ച് നല്ല മദ്യവെച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുക. അപ്പോൾ മദ്യവെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അത് മാത്രമല്ല, കൺമുമ്പിൽ നമുക്ക് കാണുക, വേറൊരു സംശയവും വേണ്ട അതിൽ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുക, നീ വിശ്വസിക്കുന്ന പോലെ അത് സംഭവിക്കുമെന്ന്. നീ ആരോടാ പറഞ്ഞിരിക്കുന്ന? കർത്താവിനോടാ പറഞ്ഞിരിക്കുന്ന. ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരണേ. അപ്പോൾ ഭർത്താവ് ചതിക്കും, അച്ഛനമ്മമാർ ചതിക്കും, കർത്താവിനെ ചതിക്കാൻ സാധിക്കില്ല. നീ എന്ത് വിചാരിക്കണം? എൻ്റെ ഭർത്താവ് മദ്യവയ്ക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ അതാണ് കർത്താവിൽ. അത് ഒന്നും എൻ്റെ പ്രശ്നമില്ല, ഞാൻ അതിനെക്കുറിച്ച് കാണില്ല, അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിക്കുക, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപാനം നിർത്തും. അത് ദൈവം അത് ഏറ്റെടുത്തിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പ്രതികൂല സാഹചര്യമാണ്. അവിടെ പോയാൽ വിശ്വസിക്കാൻ പ്രതികൂല സാഹചര്യമാണ്. ഭർത്താവിൻ്റെ മുമ്പിൽ മദ്യപാനമുണ്ട്, കയ്യിൽ ഗ്ലാസ്സുണ്ട്, വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്, നിന്നെ ചീത്തയും വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ അതിലേക്ക് ശ്രദ്ധിക്കരുത്. അങ്ങനെയാണ് വിശ്വാസം ശീലിക്കേണ്ടത്. നീ വിശ്വസിക്കുന്ന നിനക്ക് സംഭവിക്കും. നീ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും മിണ്ടരുത്. നീ അതേപോലെ നിൻ്റെ മക്കൾ, ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം, കൗൺസിലിംഗ് ഒക്കെ പറയണത് മക്കൾ ഇത് വാട്സപ്പിൽ അടിമത്വമാണ്. ഫോണില്ലാതെ പറ്റില്ല അവർക്ക്, ഒരു അനുസരണയില്ല. നീ അത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ മകളെ സമർപ്പിക്കുകയാണ്. പിന്നെ ചെറുപ്പക്കാരെ പെൺപിള്ളേർക്ക് ഇന്ന് പ്രായപൂർത്തി പോലും ആയിട്ടില്ല, അവർ സ്നേഹത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എത്രയോ അമ്മമാർ വന്നിട്ട് കൗൺസിലിങ്ങിന് പറയാറുണ്ട്. ഭർത്താവിന് അതേപോലെ വേറെ റിലേഷനുണ്ട്, ഭാര്യയ്ക്കുണ്ട്, അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ വേറെ ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് പിന്നെ നീ മൊബൈൽ നോക്കാൻ പോകണ്ട, നീ സ്പൈ വർക്ക് ചെയ്യാൻ പോകണ്ട, CID പണി എടുക്കണ്ട, അവരെവിടെ പോകണം, എന്ത് ചെയ്യണം, ആരാ വിളിക്കുന്നത്, അതൊന്നും ചെയ്യണ്ട. എൻ്റെ ഭർത്താവ്, ഞാൻ ദൈവത്തോട് പറഞ്ഞ്, അത് ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, പിന്നെ ഞാനത് അറിയേണ്ട കാര്യമില്ല, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1-9 അത് എടുത്ത് വായിക്കണം എപ്പോഴും. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ കൺമുമ്പിൽ എല്ലാം പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാം, എനിക്ക് എൻ്റെ ദൈവത്തെ വിശ്വാസമാണ്. മക്കളുടെ ഫോണ് ഞാൻ അന്വേഷിക്കാൻ പോയില്ല, അവരോട് ഞാൻ പറയില്ല ഈ ഫോൺ നോക്കണ്ട, ഇല്ല എന്തെങ്കിലും ചെയ്താൽ, ഇല്ല റൂം അടച്ചിട്ട് അവർ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്താണ് നോക്കിക്കൊണ്ടിരിക്കണം, അതൊന്നും എൻ്റെ പ്രശ്നമില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ ദൈവം കാത്തോളും. എൻ്റെ ദൈവത്തിന് അറിയാം, മദ്യപാനം നീക്കിത്തരാൻ അറിയാം.
അപ്പോൾ ഇത് അബ്രഹാം ഈസാക്കിനെയും കൂട്ടി മകനെയും കൂട്ടി മോറിയ മലയ്ക്ക് പോകും. ദൈവം പറഞ്ഞ് ഇവനെ ബലി കൊടുക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മകൻ ചോദിക്കും, ഈസാക്ക് ചോദിക്കും, അച്ഛനോട് ചോദിക്കും, അബ്രഹാമിനോട് ചോദിക്കും, അച്ഛാ വിറകുണ്ട്, പക്ഷേ ബലിക്കുള്ള ആട് എവിടെയാണെന്ന്. അവിടെ എല്ലാം പ്രതികൂല സാഹചര്യമാണ്. അബ്രഹാമിനെ അറിയാതെ കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞാൽ മകനെ ഇപ്പോൾ ബലി കൊടുക്കേണ്ടി വരും. ആട് ആരുമില്ല, മകൻ തന്നെയാണ്, മകനെ ബലി കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ നെഗറ്റീവ് സംസാരിച്ചില്ല. നമുക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ജീവിതം പോയി, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എന്നിലെന്തോ ഒരു പാവമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടാത്തത്, ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇതൊന്നും നടക്കാത്ത കാര്യം അതാണ്, ഞാൻ ഉടമ്പടി തെറ്റിച്ചു പോയാൽ. നമ്മൾ ബലഹീനത ഉള്ളവരാണ്, അനുദപിച്ചാൽ മാത്രം മതി. അബ്രഹാമും എന്തായാലും ഈ മകൻ നഷ്ടപ്പെടും, അവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ല, വേറെ മകനെ തന്നെ ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. പ്രതികൂല സാഹചര്യമാണ്. അബ്രഹാം വിശ്വാസത്തോടെ പറഞ്ഞ് അത് ദൈവം തരും മകനെ. പ്രൈസ് ദി ലോർഡ്. ബലിക്കുള്ള ആടിനെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് മദ്യപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ദൈവം നോക്കിക്കോളും, എൻ്റെ പ്രശ്നമില്ല. ഞാൻ വിശ്വസിക്കും ഭർത്താവ് മദ്യപിക്കുന്നില്ല, ആ ഭാഗത്തേക്ക് ഞാൻ നോക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ സാധാരണ ഉള്ള പോലെ തന്നെ നടക്കും. അപ്പോൾ അത് ആ ഒരു തീരുമാനത്തിലേക്ക് വരണം. അതാണ് വിശ്വാസം. അബ്രഹാം അത് വിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ പറഞ്ഞ വിശ്വാസം, നീ വിശ്വസിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന്. അത്രയും നേരം അവിടെ ബലിക്കുള്ള ആടുണ്ടായിരുന്നില്ല. അബ്രഹാം ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ആടിനെ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യമാണെങ്കിലും നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക. ആരോടാ വിശ്വാസം? എൻ്റെ കർത്താവിനോടാ വിശ്വാസം, എൻ്റെ ദൈവത്തോടാ വിശ്വാസം. നിൻ്റെ കൺമുമ്പിൽ എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും അതിലേക്ക് നീ ശ്രദ്ധിക്കരുത്. ഒരു കാരണവശാലും അതിലേക്ക് നീ ശ്രദ്ധിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടോ? ഇല്ലേ? ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊരു എക്സസൈസാണ്, ബോഡി ബിൽഡിംഗ് പോലെ എക്സസൈസാണ്, വിശ്വാസം അധികപ്പെടുത്താനുള്ള ഒരു എക്സസൈസാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പറയാനും കേൾക്കാനും ഈസിയാണെന്നൊക്കെ തോന്നും, പക്ഷെ പാലിക്കാൻ ബുദ്ധിമുട്ടില്ല. അതിന് ചെയ്യേണ്ടത് 3 പോയിൻ്റ് നമുക്ക് ധ്യാനിക്കാം. എങ്ങനെയാണ് നമ്മളെ വിശ്വാസം, നമ്മൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ് ക്ഷമിക്കുക, 3 പോയിൻ്റാണ് പഠിച്ചത്. അതുപോലെ നമ്മളെ വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അതിലൊന്ന്, നിനക്ക് പ്രതികൂല സാഹചര്യം വരുമ്പോൾ അവിടെ വിഷമിക്കുകയല്ല വേണ്ടിയത്. സാധാരണ ഓട്ടപ്പന്തയം ഉണ്ടാകുമ്പോൾ സാധാരണ ചെയ്യുന്ന എന്താ, ക്ഷീണിക്കുമ്പോൾ എന്താ ചെയ്യുക? ഗ്ലൂക്കോസ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ, പ്രതികൂല സാഹചര്യം വരുമ്പോൾ, നീ തളർന്നു പോകുമ്പോൾ, നിനക്ക് വേണ്ടിയത് ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ നിനക്ക് വിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് വേണം. പ്രൈസ് ദി ലോർഡ്. അതെന്താണ്? എങ്ങനെയാണ് വിശ്വാസം ശക്തിപ്പെടുത്തുക? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ശക്തിപ്പെടുത്തേണ്ടത് ആദ്യം എപ്പോഴും ബൈബിൾ കയ്യിൽ വയ്ക്കുക. ഒരു ചെറിയ ബൈബിളെങ്കിലും എപ്പോഴും കയ്യിലുണ്ടാകണം. പുതിയ നിയമമെങ്കിലും ഉണ്ടാകണം, പോക്കറ്റിലുണ്ടാകണം. എപ്പോഴും ഇതുപോലത്തെ ഒരു ബൈബിൾ വയ്ക്കുക. റോമ 10:17 കേൾവി കൊണ്ട് വിശ്വാസം ഉണ്ടാകും എന്ന് വെച്ചാൽ വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ പലവർക്കും ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടാകണം ദൈവമേ എന്ന് പറഞ്ഞ് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. അത് കേൾവി കൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുക. അപ്പോൾ വചനം കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആ വിശ്വാസം മതി നിനക്ക്. അപ്പോൾ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. എവിടെയെങ്കിലും കിട്ടുന്ന പോലെയില്ല, നീ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. വീട്ടിലൊരു പ്രശ്നമായി, ഭർത്താവ് മദ്യപിക്കുക, വഴക്കിടുകയാണ്, അവിടെ എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല. പലവർക്കുമുള്ള പ്രശ്നമാണ്.
ഒരു പ്രശ്നം ഉണ്ടാകില്ല. പെട്ടെന്ന് ബോംബ് പൊട്ടുന്ന പോലെ പ്രശ്നം തുടങ്ങും വീട്ടിൽ. പല കാര്യം, മക്കളെ കൂടി ആയിരിക്കാം, ഭർത്താവിനെ കൊണ്ടായിരിക്കാം, ഭാര്യയെ കൊണ്ടായിരിക്കാം. ആ സമയത്ത് ചെയ്യേണ്ടത് പേടിച്ച് കരയായില്ല ചെയ്യേണ്ടത്, ഓടിപ്പോയി ബൈബിൾ എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ എടുത്തിട്ട് കുറച്ച് നേരം മിണ്ടാതിരുന്ന് ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് ഈ ജീവിതയാത്രയിൽ തളർന്നു പോകുമ്പോൾ, ജീവിത ഓട്ടത്തിൽ തളർന്നു പോകുമ്പോൾ നിനക്ക് വേണ്ടിയത് ശക്തിപ്പെടുത്താൻ ദൈവവചനമാണ് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കുക ആദ്യം. അപ്പോഴത്തേക്കും നിനക്ക് കുറച്ച് എനർജി കിട്ടും, ഉറപ്പാണ്. ഇത് ശ്രമിച്ചു നോക്കുക നിങ്ങൾ. ഹല്ലേലൂയ. അവിടെ പോയി തിരിച്ചു പറഞ്ഞ് ജയിക്കാൻ നോക്കണ്ട. പലവരിക്കും പിശാച് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ മിണ്ടിയില്ലെങ്കിൽ നാളെ അയാളെ എൻ്റെ തലയിൽ കയറി ചവിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റന്നാൾ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരൊന്നും ഇതുവരെ ഭർത്താവിന് ഒരു വ്യത്യാസമോ ഭാര്യയ്ക്ക് ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടാകില്ല, മക്കൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലവരോടും ചോദിക്കും, വഴക്കിടാറുണ്ടാ മദ്യവെച്ചിട്ട്? ഭർത്താവ് വരുമ്പോൾ അതെ, മദ്യപിക്കുമ്പോൾ മാത്രം ഞാൻ വഴക്കിടും. എത്ര കൊല്ലമായി? 10 കൊല്ലമായി. കുറഞ്ഞാ? നിങ്ങൾ വഴക്കിട്ടുകൊണ്ട് മദ്യപാനം കുറഞ്ഞാ? ഇല്ല, കൂടി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിശ്വസിക്കുക. അവൻ വിശ്വസ്തനാണ്. മദ്യപിച്ച് ഭർത്താവ് മദ്യപാനമാണ് കഴിക്കണമെങ്കിൽ വെള്ളം കുടിക്കണേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞിട്ട്, അത് എൻ്റെ പ്രശ്നമില്ല, എൻ്റെ ദൈവത്തിൻ്റെയും ഭർത്താവിൻ്റെയും പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനം വെള്ളമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, നീ വിശ്വസിക്കുകയാണ് നിൻ്റെ ഭർത്താവ് മദ്യപിക്കും, നീ കാണുകയാണ് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം. ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈശോ അത് വാഗ്ദാനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ മദ്യപാനം, ചിലപ്പോൾ മദ്യപാനം കളറൊക്കെ അതായിരിക്കും, പക്ഷേ അകത്ത് പോകുമ്പോൾ അത് വെള്ളമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. നീ ഇത് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ പിന്നെ അത് ടെസ്റ്റൊന്നും ചെയ്ത് നോക്കണ്ട. ഇത് വെള്ളമായിട്ട് മാറിയാ? ഇല്ല, അങ്ങനെയൊന്നും മാറിയിട്ടില്ല, പഴയ പോലെ തന്നെ. അതൊന്നും നോക്കണ്ട, അത് അന്വേഷിക്കാനും പോകണ്ട. നീ അങ്ങോട്ട് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. രണ്ടാമത്തെ പോയിൻ്റ്, ഇത് വാഗ്ദാനമാണ്. ദൈവം പറഞ്ഞിരിക്കുകയാണ്, നീ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിനക്ക് സംഭവിക്കട്ടെ. അത് വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദാനം നിറവേറണമെന്നുണ്ടെങ്കിൽ അബ്രാമിനെ പോലെ ഹെബ്രിയ 6-ാം അധ്യായം 15-ാം തിരുവചനം, അബ്രാം വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നു, ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോൾ വാഗ്ദാനം അബ്രാമിൻ്റെ ജീവിതത്തിൽ നിറവേറി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട, ആദ്യം ബൈബിൾ വായിക്കുക, രണ്ടാമത് ക്ഷമയോടെ കാത്തിരിക്കുക. ഹെബ്രിയ 6:15 അബ്രാമിനെ പോലെ ക്ഷമയോടെ കാത്തിരിക്കുക. ഭർത്താവ് ഇന്ന് മദ്യവെച്ച് ഇന്നലെ വരെ അരക്കുപ്പി അടിച്ച് നീ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോഴത്തേക്കും 1, 2, 3 പിന്നെ വഴക്കുമായി, TV എടുത്ത് പൊട്ടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കണം, മദ്യപാനത്തിൻ്റെ എക്സാമ്പിളാണ് ഇത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഇപ്പോൾ ഉണ്ടായിരുന്ന ഭവനം ബാങ്കിലായിരുന്നു, ആ കടം തീരാനാ പ്രാർത്ഥിച്ച്, അത് ജപ്തായി പോയും ചെയ്ത് വാടക വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും നീ വിശ്വസിക്കുക, എവിടെയും പോയിട്ടില്ല, ഞാൻ ഒന്ന് മാറി നിൽക്കുക, മാറി താമസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനേക്കാളും വലുത് ദൈവം തരും നിനക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യം വരുമ്പോഴും നീ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബൈബിൾ വായിക്കുക. വിഷമം വരുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക. രണ്ടാമത് ക്ഷമയോടെ കാത്തിരിക്കുക. ഒരാൾ നിന്നെ അപമാനിച്ച് നിനക്ക് വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് നിന്നെ കുറച്ച് ഇല്ലാതെല്ലാം പറഞ്ഞ്, അതും നിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോഴും നീ ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക. എന്നിട്ട് നിൻ്റെ മാനം മര്യാദയെല്ലാം, നിൻ്റെ ബഹുമാനമെല്ലാം നീ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1:9 ഞാൻ പറഞ്ഞ പോലെ ദൈവം വിശ്വസ്തനാണ്. നീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. സാമ്പത്തിക നഷ്ടം വന്നാലും നിൻ്റെ സാമ്പത്തിക ഭദ്രത നീ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്? ദൈവത്തിനാണ് കൊടുത്തിരിക്കുന്നത്. അത് പലവരും കൗൺസിലിങ്ങിന് എന്നെ വിളിക്കാറുണ്ട്. അയാൾ ചിലപ്പോൾ ശമ്പളം 12,000 രൂപ ശമ്പളം ഉണ്ടാകും, 50 ലക്ഷം രൂപ കടവുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ തന്നെ പറഞ്ഞിട്ട് പറയും, എനിക്കാകെ 12,000 രൂപ ശമ്പളമേ ഉള്ളൂ, അല്ല 10,000 രൂപ ശമ്പളമേ ഉള്ളൂ, ഞാനും ഭാര്യയും ഒരു കൊച്ചുമുണ്ട്, വാടകയും കൊടുക്കണം, അത് ജീവിക്കണം, വേറെ മാർഗമൊന്നുമില്ല, എങ്ങനെയാണ് ഈ കടം തീർക്കും? നീ ഇല്ല കടം തീർക്കുന്നത്, അത് ആദ്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കടം തീർക്കുന്നത് ആരാണ്? ഹല്ലേലൂയ. അത് നിൻ്റെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാൻ സുഖമാണ്, ഇതൊക്കെ സംഭവിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. സംഭവിച്ചതുകൊണ്ട് തന്നെ ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ ഒന്ന് പറയണത്. ഞാൻ ഇന്ന് ഈ സാക്ഷിയൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ കണ്ട അറിയാൻ പറ്റും. ഒന്നുമില്ലായ്മ അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കുടുംബമായിരുന്നു എൻ്റെ. അടുത്ത നേരം ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. കോളേജിൽ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പോക്കറ്റിൽ 5 പൈസ ഉണ്ടാകില്ല, ഭക്ഷണമില്ലാതെയാണ് പോകുന്നത്. എനിക്കതില്ല വിഷമം, അമ്മയ്ക്കൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ വിഷമം. ആ സാഹചര്യത്തിലിരുന്ന് ദൈവം മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഭവമാണ്. ദൈവത്തെ കൊണ്ട് സാധിക്കും അത്. പ്രൈസ് ദി ലോർഡ്. ഒരു വാടക ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ വാടകയാണ്. അതുപോലെ 5-6 മാസം വാടക കൊടുക്കാത്ത കാലങ്ങളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് കൊച്ചിയിലെ ഏറ്റവും വലിയ വീടാണ്. കൊച്ചിയിൽ അതുപോലത്തെ വീടില്ല, ഇന്നുമില്ല. ഒരു 50 സെൻറ്റിൽ ഒരുമിച്ച് ഒറ്റ വീടില്ല.